KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണ്. ഈ ജൂൺ 15 മുതലാണ് പ്രാബല്യത്തിൽ വരിക. ഇന്നലെ ചേർന്ന VD സതീശൻ മന്ത്രിസഭയുടെ ആദ്യത്തെ തീരുമാനം, മന്ത്രിസഭാ യോഗത്തിൻ്റെ ആദ്യത്തെ തീരുമാനം മുന്നോട്ട്, അത് UDF മുന്നോട്ട് പ്രകടന പത്രികയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള 5 ഗ്യാരണ്ടികളിൽ ഒന്ന്. ഇത് KSRTCയിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാകുമ്പോൾ പ്രൈവറ്റ് ബസ്സുകളെ അതെങ്ങനെ ബാധിക്കുമെന്നുള്ള ഒരു അന്വേഷണം കൂടിയാണ്. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണ് ഇന്നലെ മുതൽ, അതായത് ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരും. മന്ത്രിസഭ ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട്. അത് പ്രൈവറ്റ് ബസ്സുകളെ അത് ബാധിക്കുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത്രയും ബാധിക്കില്ലെന്ന് തോന്നണം. എന്താ വെച്ചാൽ ഇതിൽ കയറുന്നവർ ഇതിൽ തന്നെയല്ലേ കയറുള്ളൂ സ്ഥിരമായിട്ട്. പിന്നെ അതുമല്ലാതെ ഇത്ര നാളത്തൊക്കെ ഉണ്ടാവാനാണ് അല്ലേ. 4-5 വർഷം അവർ ഭരിക്കണ അത്രയും സമയം വരെയല്ലേ ഉണ്ടാവാറുള്ളൂ. സർക്കാർ മാറുമ്പോൾ അത് മാറിയേക്കാവല്ലോ. അത് കാരണം അത്യാവശ്യം ഞങ്ങൾ ഇതിൽ തന്നെ യാത്ര ചെയ്യാനാണ് തീരുമാനിച്ചത്. മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട് പ്രൈവറ്റ് ബസ്, അതായത് സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാണെന്നുള്ളത്. 15 തീയതി, ജൂൺ 15 മുതൽ നിലവിൽ വരികയും ചെയ്യും. അപ്പോൾ ഏത് വിഭാഗത്തിലുള്ള ബസ്സുകൾ എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനമാകുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും പ്രൈവറ്റ് ബസ്സുകളെ നിങ്ങൾ ഒരു ജീവനക്കാരൻ എന്നുള്ള നിലയിൽ അതെങ്ങനെ ബാധിക്കുന്നതാണ് കണക്കാക്കുന്നത്? നല്ല രീതിക്ക് ബാധിക്കും. കാരണം എന്ന് വെച്ചാൽ നമുക്ക് കയറുന്ന ഈ ചേച്ചിമാരേ ഉള്ളൂ ടിക്കറ്റ് തരാനായിട്ട്. ഇപ്പോൾ KSRTCയിലേക്ക് ഫ്രീ ആയിട്ട് പോകാൻ നിന്നതിന് പിന്നെ എല്ലാവരും അതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഒരാളും ഉണ്ടാവില്ല. പൊതുവെ അങ്ങനെ നമുക്കത് ബുദ്ധിമുട്ടാവും. പിന്നെ നമുക്ക് കിട്ടണ കളക്ഷൻ തന്നെ മാറിപ്പോവും, ബാലൻസും എല്ലാം നമുക്ക് മാറിപ്പോവും. നമുക്ക് നല്ല രീതിക്ക് പ്രശ്നം. വലിയ സ്ത്രീ ഇതുണ്ട്, പ്രാതിനിധ്യമുണ്ട് പ്രൈവറ്റ് ബസ്സിൽ അല്ലേ. കളക്ഷനിലൊക്കെ നല്ല വിഭാഗം സ്ത്രീകൾ യാത്രക്കാരുണ്ട്. കൂടുതലും പേര് സ്ത്രീകളാണ്. നമുക്ക് പുരുഷന്മാരെക്കാട്ടി കൂടുതലും സ്ഥിരമായിട്ട് കയറുന്ന സ്ത്രീകളുണ്ട്. അപ്പോൾ അവിടെ അവർക്ക് ഫ്രീ കിട്ടിക്കഴിഞ്ഞാൽ പൊതുവെ ഒരു ശരാശരി മനുഷ്യർ, ഞാനാണെങ്കിലും നിങ്ങളാണെങ്കിലും എവിടെ ഫ്രീ ഉണ്ടോ അവിടെ നമ്മൾ എന്തായാലും പോവും, അറ്റൻഡ് ചെയ്യും. നമുക്കത് ഭയങ്കര ഒരടിയാണത്. എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. ഇതും കൊണ്ടാണ് കഞ്ഞി പിടിച്ച് പോണ മുതലാളി. ഈ വരുന്ന 15 തീയതി, അടുത്ത മാസം 15 തീയതി മുതൽ പ്രാബല്യത്തിൽ വരും. അത് പ്രൈവറ്റ് ബസ്സുകളെ ബാധിക്കുമോ എന്നുള്ളതാണ്. നമ്മൾ സ്ഥിരമായിട്ട് പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളാണോ? ഇല്ല, ചെയ്തിരുന്നതാണ്. പക്ഷേ കുറച്ചൊക്കെ അവർക്ക് കുറവുണ്ടാവും. പക്ഷേ എന്നാലും ഒരു ഉപകാരമില്ല. ഇത് വണ്ടി നമ്മൾ വിചാരിക്കുന്ന അത്രയും ഉണ്ടാവുമെന്ന് തോന്നലില്ല. ഇടയ്ക്കൊക്കെ കാണുള്ളൂ. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് മോശമാവില്ലേ, സാധിക്കണേ ചെയ്യാൻ പറ്റുള്ളൂ. അതെ. അപ്പോൾ അവർക്ക് നിലവിൽ ഒരു കണക്കുണ്ടല്ലോ ചെയ്യാനായിട്ട്. അപ്പടിയും കൂടി ചെയ്താൽ ഇപ്പോൾ തന്നെ അങ്ങാറ്റത്ത് കിടക്കുകയാണ് അല്ലേ. വലിയ കുഴപ്പമില്ല, ഒത്തിരി ബാധിക്കും. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കിയിട്ടുണ്ട് ഇന്നലെ മുതൽ. അത് ഇന്നലെ മുതലല്ല, ഇന്നലത്തെ തീരുമാനം 15 തീയതി മുതൽ, ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരും. അത് ഈ പ്രൈവറ്റ് ബസ് യാത്രയെ ബാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. തീർച്ചയായിട്ടും ബാധിക്കാതിരിക്കില്ലല്ലോ, സ്വാഭാവികമായിട്ടും. പിന്നെ എന്താ വെച്ചാൽ യാത്രാ സൗകര്യം എല്ലായിടത്തേക്കും KSRTC ഒന്നുമില്ലല്ലോ. പ്രൈവറ്റ് ഉള്ളിടത്തേക്ക് പ്രൈവറ്റ് തന്നെയല്ലേ എന്തായാലും ഉപയോഗിക്കത്തുള്ളൂ. ഇതിലൊരു സ്ഥിരം യാത്രക്കാരുണ്ടല്ലോ. ഇപ്പോൾ ഇവർ തന്നെ പറഞ്ഞതും അവർക്ക് ഒരു നല്ല ഒരു പോർഷൻ യാത്രക്കാരെന്ന് പറഞ്ഞ സ്ത്രീകളാണ്. അപ്പോൾ അത് ഫ്രീയുള്ളിടത്തേക്ക് ആളുകൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുമായിരിക്കും. തീർച്ചയായിട്ടും. പിന്നെ KSRTCയിലൊക്കെ കയറുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. ആ കപ്പാസിറ്റിക്ക് അനുസരിച്ചില്ല എന്തായാലും അതിൻ്റെ അകത്ത് ആൾക്കാരെ ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും വരുന്ന വഴിയെ നമുക്ക് കാണാം. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, മുഴുവൻ കൂടി കൊടുത്ത് ആകെ അവിടെ കടത്തി കിടക്കുകയാണ്. അപ്പോൾ ഒരു ആശ്വാസമാണല്ലോ ജനങ്ങൾക്ക്. അതിന് ആൾക്കാർ പാര വയ്ക്കാതിരുന്നാൽ മതി. അത്രേ പറയുള്ളൂ. അത്രേ എനിക്ക് പറയാം. ഒരാശ്വാസം, കുറേ ആൾക്കാർക്ക് ആശ്വാസമല്ലേ. നല്ല ചിന്ത ഉണ്ടെങ്കിൽ ആവാം. ഇവർക്കൊന്നും വലിയ ബാധിക്കില്ല, ഒത്തിരിയേ ബാധിക്കുള്ളൂ. വണ്ടി ഇഷ്ടം പോലെ ഒന്നും കിട്ടൂല, കുറച്ചൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് തോന്നണത്. നമുക്ക് അറിഞ്ഞൂടാ. നന്നായിട്ട് വരട്ടെ ദൈവമേ, ആർക്കെങ്കിലും ആശ്വാസം വരട്ടെ. യാത്ര ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. പിന്നെ നമുക്ക് നല്ലത് തന്നെ. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്നലത്തെ മന്ത്രിസഭാ യോഗത്തിൽ. വരുന്ന അടുത്ത മാസം 15 തീയതി മുതൽ പ്രാബല്യത്തിൽ വരും. അപ്പോൾ അത് പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളുടെ എണ്ണം കൂടുതലാണ്, പൊതുവേ ഓഫീസും അല്ലാതെ ഇതൊക്കെ. അപ്പോൾ അത് പ്രൈവറ്റ് ബസ് മേഖലയെ ബാധിക്കില്ലേ എന്നാണ് ചോദിക്കുന്നത്. തീർച്ചയായും ബാധിക്കും. അതായത് ഇപ്പം നമ്മൾ ഈ വണ്ടിയെ നോക്കി തന്നെ ഇതിൽ മെജോറിറ്റിയും പ്രൈവറ്റ് സ്ത്രീകളല്ലേ. അപ്പം അത് അവരുടെ ഡെയിലി കളക്ഷനെ നന്നായിട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ പെട്രോളിനും വില കൂടിയല്ലോ, പെട്രോളിനും ഡീസലിനും. അപ്പം തീർച്ചയായും അത് ബാധിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. കൂടുതൽ ആളുകളും അത് ഫ്രീ എന്നുള്ളൊരു ഓപ്ഷനിലേക്ക് പോകും. അതെ, എല്ലാവരും സ്ത്രീകളെല്ലാവരും KSRTCയിലോട്ട് മാറും. അപ്പം പ്രൈവറ്റ് വണ്ടികൾക്ക് അതിൻ്റേതായ ഇത് വരും. ബസ്സുകാർക്ക് കാര്യം സ്ത്രീകളെല്ലാം KSRTCയിലേക്ക് പോകും.
ദീർഘദൂരം കൊടുക്കരുത്. അവർക്കൊക്കെ ഈ ഇപ്പോൾ കളക്ടറേറ്റ് ജോലിയുള്ളവർ, സെക്രട്ടേറിയറ്റ് ജോലിയുള്ളവർ, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് കൊടുക്കണം. ദീർഘദൂരം വരുമ്പോൾ സർക്കാർ കുളം തോണ്ടും. പ്രൈവറ്റ് ബസ്സുകാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് വരും. ഈ പെണ്ണുങ്ങളെല്ലാം അങ്ങോട്ട് പോകുന്നുണ്ട്. ഒന്ന് നിർത്താൽ 90% നല്ല കാര്യമാണ്. എല്ലാവർക്കും ഉപകാരപ്പെടും. പിന്നെ സർക്കാർ ഇൻകം ഭരണം അവരങ്ങോട്ട് കയറിയതേ ഉള്ളൂ. എല്ലാം കാലിയാക്കിയിട്ട് പോയിരിക്കുക. ഇതൊക്കെ അവരുടെ വായിൽ നിന്ന് കേൾക്കുന്നതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സംഗതി. നല്ല കാര്യമാണ്. എല്ലാവർക്കും ഉപകാരപ്രദമായിട്ട് വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജൂൺ 15 മുതൽ പ്രാബല്യത്തിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യാത്രക്കാരുണ്ടല്ലോ സ്ത്രീകളായിട്ട്. അപ്പോൾ അതെങ്ങനെയാണ് പ്രൈവറ്റ് മേഖല, ബസ് മേഖലയെ ബാധിക്കുന്നത്? എല്ലാവരുടെയും ബാധിക്കും. പിന്നെ പ്രൈവറ്റ് ആയാലും പിന്നെ അവർക്ക് നഷ്ടമായിരിക്കും. KSRTC തന്നെ നമുക്കും നഷ്ടം തന്നെയാണ്. എന്നുവെച്ചാൽ അവർ സ്ത്രീകളില്ലെങ്കിൽ നമുക്ക് വേറെ ഇതില്ലല്ലോ. കൊണ്ടുവരുന്നല്ല പറഞ്ഞേക്കണം, നോക്കാം. ഞാൻ ചോദിക്കുന്നുണ്ട്, KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് യാത്ര സൗകര്യമാണ് ജൂൺ 15. അതെങ്ങനെയാണ് പ്രൈവറ്റ് ബസ് മേഖലയെ ബാധിക്കുമോ? ബാധിക്കാന്ന് നല്ലതാണ് ബാധിക്കും. ശരിക്കും സ്ത്രീകൾക്ക് അങ്ങനെയല്ല കൊടുക്കേണ്ടത്, സ്റ്റുഡൻസിന് ഫ്രീ അല്ല കൊടുക്കേണ്ടത്. സ്ത്രീകൾക്ക് വേണ്ടി പിങ്ക് ബസ് പോലത്തെ ഒരു 3-4 ബസ് ഇറക്കിയിട്ട് ബാക്കിയുള്ള സ്റ്റുഡൻസിന് സൗജന്യ യാത്ര അനുവദിക്കല്ലേ വേണ്ടത്. അതാണ് സർക്കാർ ചെയ്യേണ്ടത്. അതുകൊണ്ട് പ്രൈവറ്റ് ബസ് മേഖലയിൽ നിന്നുള്ള ആൾ സ്റ്റുഡൻറ്റിന് ഫ്രീ ആയിട്ട് കൊടുക്കണമെന്ന് പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ തന്നെ അറിയുമോ എനിക്കറിയില്ല. ശരിക്കും അതാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പ്രൈവറ്റ് ബസ്സിന് മാത്രം പിള്ളേരൊക്കെ ഇങ്ങോട്ട് പോകണം, KSRTC മാത്രം ഫുൾ ടിക്കറ്റ് കയറണമെന്നല്ലോ. അതിപ്പോൾ ഇവിടെ ഉടനെ ഒരു 50% KSRTCക്കും ഫിറ്റ്നസ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല. നമുക്കിപ്പോൾ ഇത് നിലവിൽ എൻ്റെ വണ്ടിക്ക് സേഫിന് ആയിട്ടേക്കാണ്. അതിന് 35,000 രൂപ പെയിൻറ്റിങ് ആവും, 55,000 രൂപ ഇൻഷുറൻസ് ആവും, 18,000 രൂപ ടാക്സ് അടയ്ക്കണം. ഇതെല്ലാം അടച്ചിട്ട് സ്റ്റുഡൻസിന് 1 രൂപ 2 രൂപ എന്നൊക്കെ പറഞ്ഞാൽ KSRTCയിൽ മാത്രം അനുവദിക്കട്ടെ. KSRTC എസ് ടി ഉണ്ട്, അവർ ഡിപ്പോയിൽ പോയി കാറ് വാങ്ങി. പ്രൈവറ്റ് ബസ്സിൽ അതുപോലെ നമുക്ക് അസോസിയേഷനിൽ കാർ വയ്ക്കട്ടെ. പ്രൈവറ്റ് ബസ്സിൽ മാത്രമല്ല സ്റ്റുഡൻസിന് ഇങ്ങനെ. ശരിക്കും സ്ത്രീകൾക്ക് തുല്യതയൊക്കെ വേണം, ഇല്ലെന്നല്ല. അവർക്ക് ഒരു പിങ്ക് ബസ് പോലത്തെ 3-4 ബസ് ഇറക്കിയിട്ട് സ്റ്റുഡൻസിന് സൗജന്യം കൊടുക്കല്ലേ വേണ്ടത്. നല്ലപോലെ ബാധിക്കുന്നുണ്ട്. ഇപ്പം തന്നെ കണ്ടില്ലേ, ഈ വണ്ടി ഒന്നും ഇങ്ങനെ പറഞ്ഞ വണ്ടി അല്ലായിരുന്നു. ഇപ്പോൾ ഒന്നാമത്തെ കേസ് ബ്ലോക്ക്, ഒന്നാമത്തെ കേസ് KSRTC കേസ് ഞാൻ പിന്നെ പറയാം. അതുകൊണ്ട് ബ്ലോക്ക്, ആ പലയിടത്ത് ബ്ലോക്ക് കഴിഞ്ഞാൽ വണ്ടികൾ മര്യാദക്ക് ഒന്നാമത്തെ കേസ് മര്യാദക്ക് ഒരു ചാല പോലും നമുക്ക് ഓടാൻ പറ്റില്ല. ഇനിയിപ്പോൾ KSRTC സ്ത്രീകൾക്ക് സൗജന്യം കൊടുത്തു കഴിഞ്ഞാൽ സ്ത്രീകൾ മൊത്തം ടിക്കറ്റ് ചെയ്ത് അതിലേക്ക് കയറും. നമ്മൾ വെറുതെ കാലിക്കോടുണ്ട്, അല്ലെങ്കിൽ നഷ്ടമാണ്. അപ്പോൾ അതും കൂടി ആയി കഴിഞ്ഞാൽ തീരുമാനമായി കഴിഞ്ഞ പരിപാടി. ശരിക്കും നല്ല തീരുമാനമല്ല. അല്ലെങ്കിൽ നമ്മൾ വേറെ ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ വേറെ സെപ്പറേറ്റ് പിങ്ക് ബസ് എന്നുള്ള രീതിയിൽ നടക്കണം. അപ്പോൾ നമുക്ക് ടിക്കറ്റ് മാറിയെങ്കിൽ കയറും. ഇതിപ്പോൾ സ്റ്റുഡൻറ്റിന് മാത്രം നമ്മൾ എടുത്തുകൊണ്ട് പോയിട്ട് എന്ത് ഒരു കാര്യമില്ല. ഡീസൽ അടിക്കണ്ടേ, ഡീസലിനും വില കൂടുന്നു. അതാണ് പ്രശ്നം. നല്ല രീതിക്ക് ബാധിക്കും. വില കൂടുന്നു, ഭയങ്കരമായിട്ട് ബാധിക്കും. ഞാൻ ഡെയിലി പോണേന്ന് വെച്ചാൽ ബസ്സിന് തന്നെയാണ്. NAD വഴി ഈ ഒരു ബസ് മാത്രമേ ഉള്ളൂ. KSRTC അങ്ങനെ ഓടാറില്ല. ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് ബസ്സായിരുന്നു കുറച്ചും കൂടി മെച്ചമായിട്ട് തോന്നുന്നു. കാരണം KSRTC എല്ലായിടത്തോട്ടും ഇല്ല. അതാണ് നമ്മളെപ്പോഴും പോകുന്നത് ഈ പ്രൈവറ്റ് ബസ്സിൽ തന്നെയാണ്. എല്ലാം KSRTC അങ്ങനെ എല്ലാ സ്റ്റോപ്പിലും നിർത്തുമെന്ന് എനിക്കറിയില്ല. LS ആയിരിക്കില്ലേ കൂടുതൽ വരുന്നത്. ഞങ്ങൾ യൂസ് ചെയ്യുന്നത് പ്രൈവറ്റ് ബസ് തന്നെയാണ്. KSRTC ബസ്സിൽ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാകുമ്പോൾ നേരിടേണ്ടി വരുന്ന പ്രതിസന്ധികൾ പലതാണ്. പ്രത്യേകിച്ചും ഇന്ധനവില കുതിച്ചു കയറുന്ന ഒരു സാഹചര്യത്തിൽ അതുകൂടി പ്രൈവറ്റ് ബസ് മേഖല അങ്ങേയറ്റം ബെയർ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവും. അതുമാത്രമല്ല, സ്റ്റുഡൻസിന് കൂടി ഈ ഫ്രീ ടിക്കറ്റ് എന്ന് പറയുന്ന ഒരു അഭിപ്രായം കൂടി ഉയർന്നു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ അത് ഭിന്നശേഷിക്കാരെ കൂടി ഈ പട്ടികയിൽ പെടുത്തണമെന്നും ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. സ്ത്രീകൾ സ്ഥിരം, അതായത് പ്രൈവറ്റ് ബസ്സിലെ സ്ഥിരം യാത്രക്കാരാകുമ്പോൾ അതവരുടെ ഒരു വരുമാന മാർഗത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാകുമ്പോഴും സാരമായി ഈ മേഖലയെ ബാധിക്കുമെന്ന് തന്നെയാണ് പൊതുവെയുള്ള അഭിപ്രായം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.